കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിച്ചു. പണിമുടക്ക് കേരളത്തിൽ ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിക്കും. പണിമുടക്കിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. കൊച്ചി മെട്രോ നാളെ സാധാരണ നിലയിൽ സർവീസ് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള സർവകലാശാലകൾ പരീക്ഷകൾ മാറ്റിവെച്ചു. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ദേശീയ പണിമുടക്ക് തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ്? ഉന്മേഷ്, ഈ നിമിഷം തൊട്ട് ദേശീയ പണിമുടക്ക് ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ 10 ട്രേഡ് യൂണിയൻ ആണ് നിലവിൽ പണിമുടക്കിന് ആഹ്വാനം നടത്തിയിട്ടുള്ള. ATUC, INTUC, CAT തുടങ്ങിയിട്ടുള്ള തൊഴിലാളി ട്രേഡ് യൂണിയനാണ് ഈ സമരത്തിന് അല്ലെങ്കിൽ പണിമുടക്കിന് ആഹ്വാനം നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു ബന്ദായി മാറുന്ന പ്രതീതിയിലേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് ഇന്നലെ സ്വകാര്യ ബസ്സിൻ്റെ സമരമുണ്ടായിരുന്നു. പക്ഷേ സ്വകാര്യ ബസ് നാളെ, അതായത് ഇന്നത്തെ ദിവസം പണിമുടക്കിൽ പങ്കെടുക്കുമോ, അതായത് ഗതാഗതത്തെ താറുമാറാക്കുമോ തരത്തിലുള്ള ചോദ്യം പൊതുജനത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്വകാര്യ മേഖല, അതായത് സ്വകാര്യ സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ സ്വകാര്യ ബസ്സുകളൊക്കെ തന്നെ ഇന്നും ഓടുകയില്ല, 24 മണിക്കൂർ ഓടുകയില്ല. കാരണം ഈ ട്രേഡ് യൂണിയന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ ഭൂരിഭാഗവും സർവീസ് നടത്തുകയില്ല. ഒപ്പം തന്നെ KSRTCയിൽ ഡേസനോൾ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഈ ഡേസനോളിൽ നാളെ 11 മണിക്ക് മുൻപായി തന്നെ എത്ര സർവീസുകൾ നടത്തി, എത്ര ജീവനക്കാർ പങ്കെടുത്തു എന്ന തരത്തിലുള്ള 10 മെമ്മോറാണ്ടം MD ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയെങ്കിൽ കൂടി അവിടെയും ട്രേഡ് യൂണിയന് വലിയ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള മേഖലയാണ് KSRTC. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളില്ല. അതുകൊണ്ട് തന്നെ KSRTCയും വളരെ വിരളമായ സർവീസ് മാത്രമേ നടത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് പൊതു നിരത്തുകളിലെ ഈ പൊതു സർവീസുകളൊക്കെ തന്നെ കുറവായിരിക്കും എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ സർവകലാശാലകൾ MG, കേരള, കണ്ണൂർ സർവകലാശാല നാളെ നടത്താറുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഡേസനോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള തലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിലടക്കം നാളെ ആളുകൾ എത്തുകയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ പണിമുടക്കിലേക്ക് സംസ്ഥാനം എത്തും. രാജ്യതലത്തിലെ ഒരു വലിയ പണിമുടക്കാണെങ്കിൽ ഇത് കേരളത്തിൽ വലിയ രീതിയിൽ അലയലി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു ഹർത്താലിന് പൂർണ്ണമായ ഗതിയായിരിക്കും. ഒപ്പം തന്നെ കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായും അടഞ്ഞു കിടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ, അതായത് പ്രധാനമായും ഈ പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളെ തടയുകയില്ല. പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കരുത്, അത് സഹകരിക്കണമെന്നുള്ള ആവശ്യം CAT മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ INTUC അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന സ്വകാര്യ വാഹനങ്ങളെ തടയില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി BMS അടക്കമുള്ള സംഘടനകൾ ഇതിനെ വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ വികസനം വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര പ്രാകൃതമായ ഒരു പണിമുടക്കിലേക്ക് പോകരുത്, അത് വലിയ രീതിയിൽ വിലക്കയറ്റവും ഒപ്പം തന്നെ തൊഴിൽ ഇല്ലായ്മയൊക്കെ തന്നെ അലട്ടുന്ന കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന വിമർശനം BJPയും ഒപ്പം തന്നെ BMSഉം ഉയർത്തുന്നുണ്ട്. പക്ഷേ BMS ഇതര 10 ട്രേഡ് യൂണിയൻ, ഒപ്പം തന്നെ ഫെഡറേഷനുകൾ, ഒപ്പം തന്നെ സർവീസ് സംഘടനകളൊക്കെ തന്നെ ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മാസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഈ രീതിയിലൊരു പണിമുടക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ജനജീവിതം ആകെ സ്തംഭിക്കുകയും പൊതു ഗതാഗതത്തെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പണിമുടക്കായിരിക്കും 24 മണിക്കൂർ ഉണ്ടാകുക. ഒപ്പം തന്നെ ഇന്നലത്തെ ദിവസം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് ആളുകൾക്ക് സമീപിക്കാൻ പറ്റുന്നതിനെ, ഒപ്പം തന്നെ ഈ ട്രാൻസ്പോർട്ടേഷനെ ബാധിക്കുന്നതും, ഒപ്പം തന്നെ ഈ സർക്കാർ സർവീസുകളൊക്കെ തന്നെ ബാധിക്കുന്നത് പൊതുജനങ്ങളെ ബാധിക്കും. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ രീതിയിലുള്ള സമര പരിപാടികൾ രാവിലെ തൊട്ടുണ്ടാകും. ഇടതുപക്ഷം, അതായത് CATUവിൻ്റെയും INTUCയുടെയും പരിപാടികളൊക്കെ തന്നെ 2 രീതിയിൽ പ്രതിഷേധ പരിപാടികൾ രണ്ടായിട്ടായിരിക്കും നടത്തുക. പക്ഷേ ATUCയും CAT ഒരുമിച്ചും ഒപ്പം തന്നെ INTUC വേറെയുമായിട്ടായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. ആ രീതിയിൽ സംസ്ഥാനത്ത് 24 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണമായിരിക്കും. ഇതാ പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഈ പണിമുടക്ക് ബാധിക്കും. ഉന്മേഷ്, ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലത് ഹർത്താലിന്റെ പ്രതീതിയായിരിക്കും സൃഷ്ടിക്കുക.